നോക്കാം പത്രങ്ങളുടെ പ്രധാനപ്പെട്ട വാർത്തകൾ. 35 നിർദ്ദേശങ്ങൾ പാലിച്ചോ എന്ന് CPM പരിശോധിക്കും എന്ന വാർത്ത. അത് മാതൃഭൂമിയുടെ വാർത്തയാണ്. അതായത് ഈ തുടർച്ചയായി 2ാം വട്ടം ജയിച്ചതിന് ശേഷം മന്ത്രിമാരോട് 3 കാര്യങ്ങൾ പറഞ്ഞേൽപ്പിച്ചിരുന്നു. അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ച നടത്തി വേഗം തീർപ്പുണ്ടാക്കണം. ഒന്നിലേറെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തണം. തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണം. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. ഇത് തുടർച്ചയായ 2ാമത്തെ ജയത്തിന് ശേഷം നൽകിയ നിർദ്ദേശമാണ്. അതിപ്പോൾ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് തുടർഭരണത്തിലെ അപകടം ഒഴിവാക്കാനായിരുന്നു. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലത്തെ തുടർന്നായിരിക്കണം പെട്ടെന്ന് വീണ്ടും അത് ചർച്ചയായിരിക്കുന്നത്. അടുത്ത വാർത്ത നോക്കാം. 5ാം ദിവസവും അർജുൻ കാണാമറയത്ത്, അല്ലേ? മാതൃഭൂമി തന്നെയാണ്. അതെ, ഈ മാതൃഭൂമി പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഇപ്രകാരമാണ്. തീർച്ചയായും ഇന്ന് അതിൽ എന്തെങ്കിലും ഒരു തീരുമാനമാകും എന്നുള്ളത് ശുഭപ്രതീക്ഷയിൽ കേരളമുണ്ട്, കർണാടകയുമുണ്ട്. ഇനി അടുത്ത പത്രക്കാഴ്ചകളിലേക്ക് എത്തിയാൽ, വിദേശകാര്യ സെക്രട്ടറി നിയമനം ഭരണഘടനാ ലംഘനം, കേരളം പ്രത്യേക രാജ്യമോ എന്ന മുൻ പേജിൽ പ്രധാന വാർത്തയെ നൽകിയിരിക്കുന്ന പത്രം ജന്മഭൂമിയാണ്. വിദേശകാര്യ സെക്രട്ടറി നിയമനം ഒരർത്ഥത്തിൽ തീർച്ചയായിട്ടും നിയമപരമായി നോക്കിക്കഴിഞ്ഞാൽ വളരെ എന്താ പറയുക, നിശ്ചിതമായി വിമർശനങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ സ്കൂപ്പിൽ ഒരു പക്ഷേ അത് വന്നേക്കും. ഒരു സ്വതന്ത്ര രാജ്യം എന്നുള്ള മട്ടിലാണ്. ഈ സാങ്കേതികമായി വേണമെങ്കിൽ സർക്കാരിന് പറഞ്ഞു നിൽക്കാം കേട്ടോ. നമ്മൾ പറയുമ്പോൾ എല്ലാം പറയുമ്പോഴല്ലോ വിദേശകാര്യ സെക്രട്ടറി എന്നല്ല, എന്തായാലും നമ്മൾ ഇന്നലെ വിശദമായി ചർച്ച ചെയ്താണല്ലോ. വിദേശ സഹകരണത്തിന്റെ ചുമതലയുള്ള സെക്രട്ടറിയായി നിയമിച്ചതാണ് വാസുകിയെ. നിയമിച്ചതാണ്. അത് പുറത്തു കൊണ്ടുവന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ആ വാർത്ത ഹൈലൈറ്റ് ചെയ്തത്. ആ വാർത്ത സായി കിരണിന്റെ എക്സ്ക്ലൂസീവ് ആയിരുന്നു. ആ വാർത്ത നമ്മുടെ ഈ പേപ്പറിലാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തതും തുടർന്ന് വാർത്തയാക്കിയതും പിന്നെ ചർച്ചയായതും. പക്ഷേ ഇന്നലെ രാത്രി തന്നെ ഒരു അസാധാരണ നീക്കം ഉണ്ടായി. കാരണം അസാധാരണമായി ചീഫ് സെക്രട്ടറി സമൂഹ മാധ്യമത്തിൽ വിശദീകരിച്ചു. എങ്ങനെ? തികഞ്ഞ രാഷ്ട്രീയ വിശദീകരണമാണ് നടത്തിയിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയാണ് രാഷ്ട്രീയ വിശദീകരണം. എന്റെ സുഹൃത്താണ് ഡോക്ടർ വി വേണു. രസികനാണ്, കലാപ്രേമിയാണ്, സാഹിത്യകാരനാണ്. ടൂറിസം രംഗത്ത് ഒട്ടേറെ നടപടികൾ സ്വീകരിച്ച് ഒട്ടേറെ ഇനിഷ്യേറ്റീവ്സിന് പിന്നിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. പക്ഷേ നിലവിലുള്ള സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറി, സിവിൽ ഭരണത്തിന്റെ തലവൻ, രാഷ്ട്രീയ വിശദീകരണവുമായി രംഗത്തിറങ്ങേണ്ട ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അതിനും വിമർശനങ്ങൾ നിരവധിയാണ്. കരുത്തു കൂട്ടാൻ, അല്ലെ? ജമ്മുവിൽ ഭീകരവിരുദ്ധ നടപടി. ഇതും ജന്മഭൂമിയുടെ തന്നെ വാർത്തയാണ്. ഭീകരവിരുദ്ധ നടപടി സുരക്ഷ കൂട്ടാനായിട്ട് വിന്യസിച്ചത് 3500 സൈനികരെയാണ്. 500 കമാൻഡോകൾ സ്ഥിതിഗതികൾ വിലയിരുത്തി. കരസേനാ മേധാവി അവിടേക്ക് പോയിരുന്നു. ആ വാർത്തയും ജന്മഭൂമി നൽകിയിട്ടുണ്ട്. നോക്കാം അടുത്തത്. വീണ്ടും നിപ്പ, അതിജാഗ്രത. നിപ്പ തന്നെയാണ് മിക്കവാറും പത്രങ്ങളിലെയും സ്വാഭാവികം, അല്ലേ? ഇനി all departments given free hand to hike fees. അതതിൻ്റെ തുടർച്ചയാണ്. അതിൻ്റെ ആദ്യത്തെ വാർത്ത മറ്റൊന്നാണ്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള വാർത്തയാണിത്. ടൈംസ് ഓഫ് ഇന്ത്യയിലെ ഇന്നത്തെ വാർത്തയാണ് നമ്മൾ അല്പം. ട്രീറ്റ്മെന്റ് എക്സ്പെൻസസ് സാങ്ഷൻ ഫോർ ഫയർഫോഴ്സ് പേഴ്സണൽ. അത് ഹിന്ദുവിന്റെ വാർത്തയാണ്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഹാസ് sanctioned a grant of 1.29 lakh for its welfare. എന്തായാലും ഇത് വൈകിയെങ്കിലും കണ്ണു തുറന്നു എന്നുള്ള മട്ടിലാണ് ഈ വാർത്തയെ സമീപിക്കുന്നത്. അതെ, കാര്യം അത് നിശ്ചിത വിമർശനത്തിന് ഇടയാകുന്നത്. ഇടയ്ക്കൊരു വാർത്ത വന്നു, പക്ഷെ ആ വാർത്ത നമ്മൾ നൽകിയില്ല. ഒരു മന്ത്രിക്ക് ഒറ്റ ദിവസത്തേക്ക് 1 ലക്ഷം രൂപ നൽകിയ അത് യഥാർത്ഥത്തിൽ ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു. അതറിയാതെ വിമർശനമുണ്ട്. എന്നാൽ മറ്റു ചിലരുടെ കണ്ണടയടക്കം വിമർശന വിധേയമായിട്ടുണ്ട്, കണ്ണടയ്ക്ക് നൽകിയ പൈസ. പക്ഷേ അപ്പോഴാണ് ഇങ്ങനെ ജീവൻ പണയം വെച്ച് ഈ രക്ഷാദൗത്യത്തിനൊക്കെ ഇറങ്ങുന്ന സേന, എല്ലാ അർത്ഥത്തിലെയും രക്ഷാസൈനികർ. തീർച്ചയായും രക്ഷാസൈനികർ. കരസേനാ മേധാവി വീണ്ടും ജമ്മു കാശ്മീരിൽ നേരത്തെ ഞാൻ പറഞ്ഞാണ് ജന്മഭൂമിയുടെ വാർത്ത. അതിന്റെ തുടർച്ചയാണ് സൈനികരെ വിന്യസിച്ചു. അത് അടുത്ത കാലത്തായിട്ട് ഈ കശ്മീരിൽ, ഞാൻ കഴിഞ്ഞ വർഷം കശ്മീരിൽ പോയിരുന്ന ആളാണ്. കാര്യം വിനോദസഞ്ചാരം, ടൂറിസ്റ്റ് വിസിറ്റൊക്കെ അങ്ങ് ആകെ വിപുലമായി ഏറെക്കുറെ പഴയ വസന്തകാലത്തേക്ക് പോയിരിക്കുന്നു. അവിടെ റൂമുകൾ ഫുള്ളി ബുക്ക്ഡ് ആണ്. ഫുള്ളി ബുക്ക്ഡ് എന്ന് പറഞ്ഞാൽ 100% ഓക്യുപ്പൻസിയാണ്. അവിടെ ഹൗസ് ബോട്ട് ഉടമകളുടെ
അസോസിയേഷൻ്റെ പ്രതിനിധിയുമായി സംസാരിച്ചിരുന്നു, ഞാൻ പ്രതിനിധിയല്ല അതിൻ്റെ പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. അവർ വളരെ സന്തുഷ്ടരാണ്. അപ്പോൾ കാര്യങ്ങൾ സാധാരണഗതിയിലേക്ക് സന്തോഷത്തിലേക്ക് നീങ്ങുന്നു എന്ന് കരുതിയ ഒരു അവസരത്തിൽ ഒരു അവസാനവട്ട ശ്രമം എന്നുള്ള മട്ടിൽ, അതല്ലെങ്കിൽ അണയുന്നതിന് മുമ്പുള്ള ഒരു ആളിക്കത്തൽ എന്നുള്ള മട്ടിൽ അടുത്ത കാലത്തായി നുഴഞ്ഞുകയറ്റവും അവിടെയും ഇവിടെയുമായിട്ടുള്ള ആക്രമണങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു. അപ്പോൾ എന്തായാലും അത് തുടച്ചു നീക്കുക എന്നുള്ളത് കൃത്യമായ വ്യക്തമായ സന്ദേശം തന്നെയാണ് കരസേന മേധാവിയുടെ സന്ദർശനവും നൽകുന്നത്. അതുപോലെ അധികം സൈനികരെ വിന്യസിച്ചതുകൊണ്ടും അനുവദിക്കില്ല എന്നുള്ളത്. ഈ കശ്മീർ എങ്ങനെ തിരികെ പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് അറിയാവുന്ന പോലെ തന്നെ G20 യോഗത്തിന്റെ ഭാഗമായിട്ടുള്ള കൂടിച്ചേരലുകൾ യോഗവും ഒക്കെ അവിടെ സംഘടിപ്പിക്കുന്നു. അത്ര വലിയൊരു മാറ്റം കശ്മീരിലേക്ക് കൊണ്ടുവരുമ്പോൾ ആർക്കാണ് ഇത്ര അസഹിഷ്ണുത, ആർക്കാണ് അത് സഹിക്കാൻ കഴിയാത്തത്? വ്യക്തമല്ലേ? അകത്താണെങ്കിലും പുറത്താണെങ്കിലും രാജ്യവിരുദ്ധ ശക്തികൾക്ക് തന്നെയാണ്. അവന് നിങ്ങൾ എന്ത് പേര് വേണം ഇട്ട് വിളിച്ചോളൂ. അതെ, എന്തായാലും ഈ ദേശവിരുദ്ധർക്ക് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളത് കൂടി. ഇന്ത്യ ടു കൺസിഡർ പ്രൊവൈഡിങ് 1,500 crore ടു ഭൂട്ടാൻ. അത് ഇക്കണോമിക് സ്റ്റിമുലസ് പ്രോഗ്രാമാണ്. അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒരു പുതിയ ഉത്തേജനം നൽകുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിയുടെ സന്ദർശനത്തെ തുടർന്നാണ് ഈ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. അയൽ രാജ്യങ്ങളിലേക്ക് സഹായഹസ്തം എത്തിക്കുക എന്നുള്ളത്. ഈ പേപ്പറിൽ അടുത്ത വാർത്ത ഇതാണ്. നേരത്തെ കാണിച്ച വാർത്തയുടെ ആദ്യ ഭാഗം. ഇതും സായികിരന്റെ തന്നെ വാർത്തയാണ്. അതായത് സാമ്പത്തിക ഞെരുക്കം, സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് പൊറുതിമുട്ടി നിൽക്കുമ്പോൾ കോവേർഡ് ബിഡ് ടു റേസ് നോൺ ടാക്സ് റവന്യൂ ടു ഹിറ്റ് കോമൺ മാൻ ഹാർഡ്. നികുതി ഇതര വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണിത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇത് അധികാരം കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ ഫീസ് വർദ്ധിപ്പിച്ചുള്ളൂ. നികുതി എന്ന് പറയുന്നില്ല. നികുതി കൊണ്ട് പൊറുതിമുട്ടി എന്ന് ആരും പറയത്തില്ല. ഏതൊക്കെ സർവീസ് ഇനങ്ങളുണ്ടോ അതിനൊക്കെ ഫീസ് വർദ്ധിപ്പിക്കാൻ ഫ്രീ ഹാൻഡ് കൊടുത്തിരിക്കുകയാണ്. ഇത് ഒരു പിൻവാതിൽ കൂടി, അതല്ലെങ്കിൽ പിന്നാമ്പുറത്തു കൂടി ആരും അറിയാതെ ഒരു ഇരുട്ടടി എങ്ങനെ കൊടുക്കുകയാണ്. പിഴിഞ്ഞോളൂ, പരമാവധി പിഴിഞ്ഞുകൊള്ളൂ. എന്നാലും ഞങ്ങൾ ധൂർത്ത് നിർത്തില്ല, ഞങ്ങൾ പാഴ്ചെലവ് നിർത്തില്ല, ഞങ്ങൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കില്ല, സാധാരണക്കാരന് ഇനിയും പിഴിഞ്ഞുകൊള്ളൂ എന്നുള്ള സന്ദേശം തന്നെയാണ് നൽകുന്നത്. ആ വാർത്തയാണ് സായികിരൻ പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് നമ്മളടക്കമുള്ള സാധാരണക്കാർ കരുതിയിരിക്കണം, സേവന ഫീസ് എന്നുള്ള രീതിയിൽ ഇനിയും ജീവിതഭാരം. നമുക്ക് നോക്കാം ഇതിനെതിരെ എന്ത് പ്രതികരണം വരുന്നു എന്ന് നമുക്ക് നമ്മുടെ റിപ്പോർട്ടർമാരോട് തന്നെ ചോദിക്കാം.